Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഷാപ്പ് കറിയാണ്. മീൻ തലക്കറി. നമ്മുടെ അടുക്കളയിൽ ചെറിയ സൗകര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെ അടിപൊളിയായിട്ട് ഒരു ഷാപ്പ് കറി തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ മീൻകറി വെക്കുന്നതിലും കുറച്ച് അധികമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1/4 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 5 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്താൽ മതിയാവും, അല്ലാതെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയ്ക്ക് പകരം ചുവന്നുള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഷാപ്പ് കറിയിൽ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ അളവ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 3 ചുള കുടംപുളി, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണേ. ഇപ്പൊ ഈ മസാല എല്ലാം നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. നല്ല തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ്റെ തല വെച്ചു കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടാണ് ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് മുറിച്ച് കഷ്ണങ്ങളായും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെതുമ്പലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ഇവിടെ കേരയുടെ തലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 3/4 കിലോയുടെ അടുക്കൽ വെയിറ്റ് ഉണ്ട്. മീൻതലയുടെ മുകൾ ഭാഗത്തും ഇതുപോലെ കുറേശ്ശെ ഗ്രേവി എടുത്ത് കോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. പിന്നെയുള്ള 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വേവിച്ചെടുക്കണം. മീൻ തിരിച്ചിടുന്ന സമയത്തും 2 സ്പൂൺ ഉപയോഗിച്ച് വേണം തിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കഷ്ണങ്ങളാക്കിയിട്ടാണ് മീൻ കറി വെക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. ഒന്നും പൊടിഞ്ഞു പോകാനൊന്നുമില്ല. സ്പൂൺ കൊണ്ട് ഇളക്കിയാലും ഒന്നും പൊടിയാനൊന്നുമില്ല. ഇപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എരിവും പുളിയും എല്ലാം ലേശം മുന്നോട്ട് നിൽക്കുന്ന കറി തന്നെയാണ് ഷാപ്പ് കറി എന്ന് പറയുന്നത്. നിങ്ങൾ അടച്ചു വെച്ചാണ് വേവിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചാറ് കുറുകിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തുറന്നു വെച്ച് തന്നെ വേവിക്കണേ. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള തലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.